ഏറെ ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്തിൻ്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ കഴിവിൻ്റെ പരമാവധി സൂക്ഷിക്കാൻ ശ്രമിക്കണേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈമാനോടുകൂടി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തർബിയത്ത് ക്യാമ്പിൽ ചരിത്ര പഠനത്തിൽ നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ് സൂചിപ്പിച്ചു വരുന്നത്. കഴിഞ്ഞ തർബിയത്ത് ക്യാമ്പിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ കൂടെ കപ്പലിൽ കയറിയ വിശ്വാസികളായ ആളുകളും ജൂദി പർവ്വതത്തിലിറങ്ങിയ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. ആ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിശ്വാസികളായ സമൂഹമായിരുന്നു പിന്നീട് ലോകത്തുണ്ടായിരുന്നത്. ഈമാനികപരമായി, വിശ്വാസപരമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം. ആ വിഭാഗത്തിൻ്റെ ജീവിതം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളത്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏതൊരു തിന്മയാണോ അതിശക്തമായി എതിർത്തത്, ആ തിന്മകളെല്ലാം പിന്നീട് കടന്നു വരുന്നതാണ്. പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിക്കുന്നത്. അതിനുശേഷം കടന്നു വന്ന ഒരു വലിയ സമൂഹമാണ് ആദ് സമൂഹം. ഇന്നത്തെ ഒമാനിലെ സലാല എന്നറിയപ്പെടുന്ന പ്രദേശത്തിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ അഹ്ഖാഫ് എന്ന സ്ഥലത്താണ് അന്ന് ആദ് സമൂഹം താമസിച്ചിരുന്നത്. ഇന്ന് ആ പ്രദേശം അറിയപ്പെടുന്നത് ഊബാർ എന്നാണ്. യമനിലെ ഹദർമൗത്താണെന്നും അഭിപ്രായങ്ങളുണ്ട്. പ്രബലമായ അഭിപ്രായം ഈ അഹ്ഖാഫാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആദ് എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആല 27 പ്രാവശ്യം പറഞ്ഞതായി കാണാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ശേഷം കടന്നു വന്ന ആ സമൂഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ധാരാളം അനുഗ്രഹങ്ങൾക്ക് വിധേയരായിരുന്നു. പരിശുദ്ധ ഖുർആൻ ആദ് സമൂഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് മിൻ ബഅദി ഖൗമി നൂഹിൻ വസാദകും ഫിൽ ഖൽഖി ബസ്ത. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ശേഷം കടന്നു വന്ന ആ സമൂഹം ശാരീരികമായ ബലമുള്ളവരായിരുന്നു, നല്ല ആജാനുബാഹുക്കളായിരുന്നു. ശാരീരികമായ ശക്തി കൊണ്ട് അള്ളാഹുവിൻ്റെ മഹാ അനുഗ്രഹത്തെ ഏറ്റെടുത്ത ആളുകളായിരുന്നവർ. ഈ വിഭാഗത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു നിബന്ധനയുണ്ട്. ഫദ്കുറൂ ആലാ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എന്നും ഓർത്തുകൊണ്ടിരിക്കണേ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയമുണ്ടാവും. പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നുണ്ട് അവർക്ക് നൽകിയ അനുഗ്രഹം. അമദ്ദകും ബിഅൻആമിൻ വബനീൻ
വജന്നാതിൻ വഉയൂൻ. അവർക്ക് നാം കാലികളെ നൽകി. അവർക്ക് യാത്ര ചെയ്യുവാൻ ആവശ്യമായ വലിയ സംവിധാനങ്ങളായിരുന്നു കാലികൾ. എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകുന്നതോടുകൂടി ആ കൂട്ടത്തിൽ അള്ളാഹു എണ്ണിപ്പറഞ്ഞതാണ് തലമുറകൾ, ബനീൻ, സന്താനങ്ങളെ നൽകിയിട്ടുണ്ട്. വജന്നാത്തിൻ, നല്ല തോട്ടങ്ങൾ ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട് ആ രാജ്യത്ത്. വഉയൂൻ, നല്ല താഴ്വരകൾ, അതുപോലെ തന്നെ നല്ല ഉറവിടങ്ങൾ ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എത്ര പേര് പരിശുദ്ധ ഖുർആനിൽ കാണാം. നമുക്ക് ഏവർക്കും പരിചയമുള്ള ഇറമദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖു മിസ്ലുഹാ ഫിൽ ബിലാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇറം ഗോത്രത്തിൻ്റെ തലമുറയായി കടന്നു വന്ന ആദ് സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് നോക്കണം. അല്ലത്തി ലം യഖ്ലുഖു മിസ്ലുഹാ ഫിൽ ബിലാദ്. അതുപോലൊരു സമൂഹം അന്നും ഇന്നും കടന്നു വന്നിട്ടില്ല. എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകപ്പെട്ടവരാണ് ആദ് സമൂഹം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിചയപ്പെടുത്തിയത്. സാമ്പത്തികമായ വലിയ വലിയ അനുഗ്രഹങ്ങൾ, ശാരീരികമായ അനുഗ്രഹങ്ങൾ, നല്ല തോട്ടങ്ങൾ, അരുവികൾ, ഒരു മനുഷ്യന്, ഒരു സമൂഹത്തിന് ജീവിക്കുവാൻ ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും ഞാൻ ആദ് സമൂഹത്തിന് നൽകിയിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയാലുണ്ടാകുന്ന ഒരു അപകടമുണ്ടല്ലോ. പിന്നീട് അവൻ അഹങ്കാരിയായി മാറും, അവർ അഹങ്കാരികളായി മാറും. ഇതേ ഒരവസ്ഥ ആ സമൂഹത്തിനും കടന്നു വന്നു എന്നതാണ് പിന്നീട് ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്. അത്തബ്നൂന ബികുല്ലി റീഇൻ ആയതൻ തഅബസൂൻ വതത്തഖിദൂന മസാനിഅ ലഅല്ലകും തഖ്ലുദൂൻ വഇദാ ബതശ്തും ജബ്ബാരീൻ. ആദ് സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായ താക്കീദിന്റെ രൂപത്തിൽ ചോദിക്കുന്നത്, അതബ്നൂന ബികുല്ലി റീഇൻ ആയതൻ തഅബസൂൻ. നിങ്ങൾ ഈ കെട്ടിയുണ്ടാക്കുന്ന വീടുകൾ, ഈ പാർപ്പിടങ്ങൾ പൊങ്ങച്ചത്തിന് വേണ്ടിയാണോ? വതത്തഖിദൂന മസാനിഅ ലഅല്ലകും തഖ്ലുദൂൻ. എന്താ നിങ്ങൾ വിചാരിക്കണത്? കാലാകാലം ആ വീട്ടിൽ തന്നെ താമസിക്കുന്നാണോ നിങ്ങൾ വിചാരിക്കണത്? വൈദാ ബതശ്തും ജബ്ബാരീൻ. നിങ്ങളോടൊരാൾ എന്തെങ്കിലും ഒരു ആവശ്യം തേടി വന്നാൽ അഹങ്കാരികളായിട്ടാണല്ലോ നിങ്ങളുടെ മറുപടി. എന്തേ നിങ്ങൾ അങ്ങനെ ആയിപ്പോയത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നത്. അതിനേക്കാളും വലിയൊരു അപകടമുണ്ടായി. ഇത് ശാരീരികമായ, സാമൂഹികപരമായ അവസ്ഥയാണ്, ബൗദ്ധികപരമായ അവസ്ഥയാണ്. അതിനേക്കാളും വലിയൊരു അപകടമാണ് ആ സമൂഹത്തിൽ പിന്നീട് കടന്നു വന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരെയും അയക്കുവാൻ കാരണമായി തീർന്ന പ്രശ്നമാണ്, അപകടമാണ്. എന്താണ് ആ കാരണം? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അല്ലാഹുവിൻ്റെ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, പ്രവാചകരെ, താങ്കൾക്ക് മുൻപ് ഒരു പ്രവാചകനെയും ഞാൻ അയച്ചിട്ടില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനല്ലാതെ. ലാ ഇലാഹ ഇല്ലല്ലയിൽ അപകടം ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ബിംബങ്ങളെ ആരാധിക്കാൻ തുടങ്ങി, നക്ഷത്രങ്ങളെ ആരാധിക്കാൻ തുടങ്ങി, സൂര്യനെ ആരാധിക്കാൻ തുടങ്ങി, ചന്ദ്രനെ ആരാധിക്കാൻ തുടങ്ങി, തീയനെ ആരാധിക്കാൻ തുടങ്ങി. ഇങ്ങനൊരു ആരാധനയിൽ, വിശ്വാസ വിഷയത്തിൽ വലിയ അപകടമുണ്ടായി. അഖീദയുടെ വിഷയത്തിൽ അവർക്ക് വലിയ അപകടമുണ്ടായി. ഈ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അയക്കുന്നത്. അതാണ് ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. ആദ് സമൂഹത്തിലേക്ക് കടന്നു വന്ന പ്രവാചകനാണ് ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയെ തെരഞ്ഞെടുത്തത് ആ നാട്ടിൽ നിന്ന് തന്നെയാണ്, ആദ് സമൂഹത്തിൽ നിന്ന് തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാണ്. വഇലാ ആദിൻ അഖാഹും ഹൂദാ, ഹൂദിനെ ഞാൻ അവരുടെ സഹോദരനിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്തു, അവരുടെ സഹോദരനായ ഹൂദിനെ ഞാൻ ആദിലേക്ക് തെരഞ്ഞെടുത്തു. ഖാല, ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ആ സമൂഹത്തോട്, യാ ഖൗമി അബ്ദുല്ലാഹ്, എൻ്റെ സമൂഹമേ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. മാലകും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ, അവനെ അല്ലാതെ മറ്റൊരാളെയും ആരാധ്യനായി സ്വീകരിക്കരുത് എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ശക്തമായി പറഞ്ഞു. വിശ്വാസ വ്യതിയാനമുണ്ടായ ആ സമൂഹത്തോട് ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അതിശക്തമായി പറഞ്ഞു, സൂര്യനെയും ചന്ദ്രനെയും ബിംബങ്ങളെയും ആരാധിക്കേണ്ടവരല്ല നിങ്ങൾ, ലോകത്തിൻ്റെ നാഥനായ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് അതിശക്തമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരുന്നത്. ഒരുപാട് പറഞ്ഞു നോക്കി. അവരോട് പറഞ്ഞു, സമൂഹമേ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, നിങ്ങൾ എനിക്കൊന്നും തരണ്ട, ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല, ലോകത്തിൻ്റെ തമ്പുരാൻ എനിക്ക് പ്രതിഫലം നൽകിക്കോളും. പക്ഷേ നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് മാറണം. പൊങ്ങച്ചം എന്നുള്ളതൊരു മറ്റൊരു വിഷയമാണ്, പക്ഷേ അഖീദയിലുള്ള വ്യതിയാനം അപകടം പിടിച്ചതാണ്. ലോകത്ത് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് റബ്ബിനെ ആരാധിക്കാനാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അതിശക്തമായി അവരോട് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാർ എഴുന്നേറ്റു. അതാണല്ലോ സംഭവിക്കുക. ആദ്യം നേതാക്കന്മാർ എഴുന്നേറ്റ് പറയും അത് ശരിയാവൂല. പ്രമാണിമാർ എഴുന്നേറ്റു. അവർ പറഞ്ഞു, ഹൂദേ, ഖാലൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമിഹി, ആ നാട്ടിലുള്ള കാഫിരീങ്ങളായ മലകൾ പറഞ്ഞു, പ്രമാണിമാർ പറഞ്ഞു, ഇന്നാ ലനറാക ഫീ സഫാഹ, ഹൂദേ, നിന്നെ ഞങ്ങൾ കാണുന്നത് വിഡ്ഢിയായിട്ടാണ്, നീ വെറും വിഡ്ഢിയാണ്. വ ഇന്നാ ലനദുന്നുക മിനൽ കാദിബീൻ, മാത്രല്ല പച്ച കളവാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്നെ അള്ളാഹു പ്രവാചകനായി അയച്ചിട്ടൊന്നുമില്ല, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ, പിന്നെ എങ്ങനെ ഒരു പ്രവാചകനാകുക എന്ന് അവിടെയുള്ള മലയുകൾ പ്രമാണിമാർ പറയാൻ തുടങ്ങി. അതും കഴിഞ്ഞു ആ നാട്ടിലുള്ള നാട്ടുകാർ പറയാൻ തുടങ്ങി, ഹൂദേ, നീ എന്തു പറഞ്ഞാലും പ്രശ്നമില്ല, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇൻ ഹിയ ഇല്ലാ ഹയാതുനദ് ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. എന്തൊക്കെയാണോ നീ പറയണത്? എന്തൊക്കെയാണ് നീ പറയുന്നത്? ഈ ഭൗതിക ലോകത്ത് ജീവനും മരണവും ഉണ്ടെന്ന് സത്യമാണ്, അതിനുശേഷം ഒരു പുനർജീവിതവും, എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയണത്? ആരാണ് അവിടെ പോയി തിരിച്ചു വന്നിട്ടുള്ളത്? എന്ത് തെളിവാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ആ നാട്ടുകാർ മഹാനായ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് അതിശക്തമായ പ്രതിഷേധം. അവിടെയൊക്കെ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുന്നൊരു വാചകമുണ്ട്, ഓ നാട്ടുകാരെ, ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി വ അന ലകും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് ഉപദേശം മാത്രമേ തരുള്ളൂ, എന്നെ ഏൽപ്പിച്ചത് റിസാലത്താണ്, ഞാൻ നിങ്ങൾക്ക് സന്ദേശം എത്തിച്ചു തരൽ മാത്രമാണ്, എന്നെ ഒരു പ്രവാചകനായി തിരഞ്ഞെടുത്തതാണ്, നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താനൊന്നും എന്നെ ഏൽപ്പിച്ചിട്ടില്ല, ഞാൻ ഏറ്റവും നല്ല ഉപദേശകൻ മാത്രമാണ് എന്ന് പറഞ്ഞ് വളരെ ക്ഷമയോടെ താഴ്മയോടെ അനുസരണയോടെ മഹാനായ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനത്തിൽ മുന്നിൽ നിന്നു. മാറി നിൽക്കുകയല്ല, പ്രബോധന രംഗത്ത് നിന്ന് മാറി നിൽക്കുകയല്ല, വളരെ കീഴൊതുങ്ങി സ്നേഹത്തോടെ അനുസരണയോടെ മുന്നിൽ നിന്നു എന്നാണ്. തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. അവസരം കിട്ടുമ്പോഴൊക്കെ ഈ വിശ്വാസം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ അത് ഏറ്റെടുക്കണം. കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ തൗഹീദ് പറയാനുള്ള സംഘടനയാണ്. നമ്മളത് ഏറ്റെടുക്കണം. ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ തൗഹീദിന്റെ രംഗത്ത് സമയം കിട്ടുമ്പോൾ, സന്ദർഭം കിട്ടുമ്പോൾ, സാഹചര്യം കിട്ടുമ്പോൾ ശക്തമായി പറയണം. പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. അതിശക്തമായി ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ്. അങ്ങനെ അവസാനം
ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ഖാല ഖദ് വഖഅ അലൈക്കും മിർ റബ്ബിക്കും റിജ്സും വഗളബ് അതുജാദിലൂനനി ഫി അസ്മാഇൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും മാ നസ്സലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഫന്തദിറൂ ഇന്നി മഅകും മിനൽ മുൻതദിരീൻ. ആ സമൂഹം ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് തർക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു ശിക്ഷ വരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞ് അവരോട് താക്കീതിൻ്റെ ശബ്ദം കൂടി പറഞ്ഞു. ഈ സമയത്ത് അവർ പറയാണ്, എന്താണ് ഹൂദേ? ഖാലൂ അജിഅ്തനാ ലിനഅ്ബുദല്ലാഹ വഹ്ദഹ വനദറ മാ കാന യഅ്ബുദു ആബാഉനാ ഫഅ്തിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. ഒരുപാട് ആരാധ്യന്മാരെ ആരാധിച്ചിരുന്ന, ഞങ്ങളുടെ വാപ്പമാര് പിതാക്കന്മാരൊക്കെ ആരാധിച്ചിരുന്ന ആരാധ്യന്മാരെ ഒഴിവാക്കിയിട്ട് നീ പറയണ ഒരു അള്ളാഹ് ഞങ്ങൾ ആരാധിക്കേ? എന്തായി പറയണത്? അങ്ങനെ ആരാധിച്ചിട്ട് ഞങ്ങൾക്ക് ശിക്ഷ വരികയാണെങ്കിൽ കൊണ്ടിരിൻ, ആ ശിക്ഷ ഞങ്ങൾക്ക് വന്നോട്ടെ. എന്നിട്ടൊരു വാചകം കൂടി പറയണ്ടവര്. ഖാലൂ, അവർ പറഞ്ഞു, സവാഉൻ അലൈനാ ഔ അൽത അം ലം തകും മിനൽ വാഇദീൻ. നൂഹേ, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഉപദേശിച്ചാലും ഉപദേശിച്ചിട്ടില്ലെന്നൊക്കെ ഞങ്ങൾക്ക് കണക്കാ. ഞങ്ങൾ നന്നാകാൻ പോണില്ല, ഞങ്ങൾ മാറാൻ പോണില്ല, ഞങ്ങളെ വാപ്പമാരിൻ്റെ കാരണന്മാർ ഒക്കെ വിശ്വസിച്ചൊരു വിശ്വാസമുണ്ട്, ഞങ്ങൾ അതിൽ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുഖത്ത് നോക്കി സംസാരിച്ചു വരും. ഇത് റബ്ബ് പറയാ ഈ വാചകടക്കം. അങ്ങനെ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രയാസപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാണ്. ഖാല റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ. അല്ലാഹുവേ, എന്നെ കളവാക്കുകയാണ് ഇവർ, എനിക്കൊരു സഹായം നൽകണേ എന്ന് വളരെ താഴ്മയോടെ റബ്ബിനോട് അഭ്യർത്ഥിച്ചു ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുകയാണ്. ഖാല അമ്മാ ഖലീലിൻ ലയുസ്ബിഹുന്ന നാദിമീൻ. ഹൂദേ, അടുത്ത് തന്നെ അവർക്കൊരു സങ്കടം ഉണ്ടാകും, അടുത്ത് തന്നെ അവർ ഖേദിക്കുന്നവരായി മാറും ഹൂദേ എന്ന് പറഞ്ഞുകൊണ്ട് ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ സമാധാനിപ്പിച്ചു. പിന്നീട് കടന്നു വരുന്നൊരു ചരിത്രം, 3 വർഷക്കാലം ആ ആദ് സമൂഹത്തിൽ മഴ ലഭിക്കപ്പെടാതെ അവർ വളരെ പ്രയാസപ്പെടുന്നതാണ്. 3 വർഷക്കാലം അവിടെ മഴ പെയ്തില്ല. ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് പോലും വന്നിട്ട് ഇവർ പറഞ്ഞു, നീ നിന്റെ അള്ളാഹിനോടെങ്കിലും പ്രാർത്ഥിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് മഴ ഇട്ടട്ടെ. ഞങ്ങളുടെ ദൈവത്തോടും പ്രാർത്ഥിക്കാം, നീ നിന്റെ അള്ളാഹിനോടും പ്രാർത്ഥിക്കുക, ഞങ്ങൾക്കൊന്ന് മഴ കിട്ടട്ടെ. ഈ 3 വർഷത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നൊരു വാചകം കാണാം. അവർ താമസിക്കുന്ന ആ താഴ്വരയുടെ ഭാഗത്ത് നിന്ന് ഒരു കാർമേഘം വരുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. ഫലമ്മാ റഅൗഹു ആരിദൻ മുസ്തഖ്ബില ഔദിയതിഹിം ഖാലൂ ഹാദാ ആരിദും മുംതിറുനാ ബൽ ഹുവ മസ്തഅജൽതും ബിഹി റീഹും ഫീഹാ അദാബുൻ അലീം. ആ മനുഷ്യർ അവരുടെ വാദിയിൽ ഒരു കാർമേഘം കാണുകയാണ്. ഈ സമയത്ത് അവർ പ്രതീക്ഷയോടുകൂടി പറയുകയാണ്, ഹാദാ ആരിദും മുംതിറുനാ, ഞങ്ങളുടെ നാട്ടിൽ വിഭവമുണ്ടാവാൻ, ഞങ്ങളുടെ നാട്ടിൽ കൃഷി ഉണ്ടാവാൻ, ഞങ്ങൾക്ക് മഴ കിട്ടുവാൻ വേണ്ടിയുള്ള കാർമേഘമാണ് ഈ കടന്നു വരുന്നത് എന്ന് പറഞ്ഞ് സന്തോഷിച്ചപ്പോൾ റബ്ബ് പറയുന്നു, ആ കാർമേഘം സന്തോഷത്തിൻ്റെതല്ല. നിങ്ങൾ പറഞ്ഞില്ലേ അദാബ് ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ തിരക്ക് കൂട്ടിയ ബൽഹുവ മസ്തഅജൽതും ബിഹി, നിങ്ങൾ തിരക്ക് കൂട്ടിയ ശിക്ഷയാണ് ആ കടന്നു വരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. ആ കാർമേഘം അവരിലേക്ക് കടന്നു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയായി ആ കാർമേഘവും അതിൻ്റെ കൂടെ വന്ന കാറ്റും അതിശക്തമായി കടന്നു വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവം വിശദീകരിക്കുന്നത് അത് വഅമ്മാ ആദുൻ ഫഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആതിയ
سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية. 7 രാത്രിയും 8 പകലും അവർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ആ കാറ്റ് 7 രാത്രിയും 8 പകലും ശക്തിയായി കാറ്റടിച്ചു എന്നാണ്. ഒരു ചെറിയ ഓഗി വന്നപ്പോൾ ഉണ്ടായ നഷ്ടം നമുക്കൊക്കെ പരിചയമുണ്ട്. 7 രാത്രിയും 8 പകലും ശക്തമായി കാറ്റടിച്ചപ്പോൾ സംഭവിച്ചത്, അവിടെ ഉണ്ടായിരുന്ന ഈത്തപ്പന മരങ്ങൾ മുകളിലേക്ക് പറന്ന് തല കീഴായി മറഞ്ഞതുപോലെ ഈ ആളുകളൊക്കെ ആകാശത്തിലേക്ക് പറന്ന് തല കീഴായി ഭൂമിയിലേക്ക് വന്ന് തല പൊട്ടിത്തെറിച്ച് മരണപ്പെട്ടു എന്നാണ്. അള്ളാഹു നമ്മെ അത്തരം അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തുദമ്മിറു കുല്ല ശൈഇൻ ബിഅംരി റബ്ബിഹാ ഫഅസ്ബഹു ലാ യുറാ ഇല്ലാ മസാകിനുഹും കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ സമൂഹത്തെ മുഴുവനായി നശിപ്പിച്ചു. ലാ യുറാ ഇല്ലാ മസാകിനുഹും. അവർ ആർഭാടമായി അഹങ്കാരമായി കൊണ്ടുവന്ന അവരെ വീടുണ്ടല്ലോ, ആ വീടടക്കം തകർന്ന് അത് കാണാനില്ലാത്ത അവസ്ഥയിലായി. കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ. മുജ്രിമീങ്ങൾക്ക് ഞാൻ അങ്ങനെ ശിക്ഷ കൊടുക്കുകയാണ്. അല്ല പറയാ, എന്നെ ധിക്കരിച്ച് എന്നെ പരിഹസിച്ച് എന്നിൽ വിശ്വസിക്കേണ്ട വിശ്വാസത്തിനെതിരായി നടന്ന് അഹങ്കാരികളായി നടന്നവർക്ക് അള്ളാഹ് ശിക്ഷ കൊടുക്കുന്നതാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാചകമുണ്ട്, അള്ളാഹുവിനെ അനുസരിച്ച ആളുകളുണ്ടായിരുന്നു അവിടെ. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. റബ്ബ് സുബ്ഹാനഹു വ തആല സമൂഹത്തെ വലമ്മാ ജാഅ അംറുനാ നജ്ജൈനാ ഹൂദാ വല്ലദീന ആമനൂ മഅഹു ബിറഹ്മത്തിൻ മിന്നാ വനജ്ജൈനാഹും മിൻ അദാബിൻ ഗലീൽ. ആ സമയം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞു, ഹൂദേ, നിന്നെ വിശ്വസിച്ച ആളുകളെയും കൊണ്ട് ഈ നാട് വിട്ടോളി. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമും കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളും ആ നാട്ടിൽ നിന്ന് പോയി എന്നാണ്. ഇതൊരു വലിയ പാടാണ്. അദാബ് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് ദഅ്വാ രംഗത്ത് നമ്മൾ സജീവമാകണമെന്ന് പറയണത്. ഒരു അദാബ് ഉണ്ടാകുമ്പോൾ ആ നാട്ടിൽ മുഴുവനും ഫാഹിഷത്ത് ഉണ്ടാകുമ്പോൾ അതിൽ ആ ശിക്ഷ, അള്ളാഹുവിൻ്റെ ആ ശിക്ഷ ഇറങ്ങുമ്പോൾ നമ്മളിൽ പെടും. എന്നാൽ നല്ല ഈമാനുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ സൗകര്യപൂർവ്വം മാറ്റി നിർത്തും. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അദാബ് ഉണ്ടാകാൻ പോകുന്ന സമയത്ത് അള്ളാഹ് പറയാണ്, നിങ്ങൾ മാറിപ്പോയിക്കൊള്ളി, ഇതുണ്ടാവും. പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് മാറിപ്പോകും, നീങ്ങിപ്പോകുമെന്ന് വലിയൊരു പാഠം കൂടി അതിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചരിത്രങ്ങളിൽ നിന്ന് പാഠങ്ങൾ മനസ്സിലാക്കി കൂടുതൽ ഈമാനോടുകൂടി ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം അവസരങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ കൂടുതൽ ഓർക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിക്കാനുമുള്ള കരുത്ത് നമുക്ക് ലഭിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.